കാലത്തുണ്ടായിരുന്നു സൂര്യദേവൻ എന്നും ഊർജവും പ്രതീക്ഷയും വിതറുന്ന സ്വഭാവം. ഭൂമിയിലെ ജീവികൾ എല്ലാം അദ്ദേഹത്തെ ആരാധിച്ചു. സൂര്യന്റെ താപവും പ്രകാശവും തികച്ചും അനിവാര്യമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഭൂമിയിലെ ചെറിയൊരു പക്ഷി സൂര്യനോട് ചോദിച്ചു, സൂര്യ, നീ എപ്പോഴും അത്ര തിളങ്ങുന്നത് എന്തുകൊണ്ട്? നിന്നെ ഒരു മിന്നാമിനുങ്ങിനോട് പോലെ ഒരിക്കൽ ചൂടുമില്ലാതെയോ പ്രകാശമില്ലാതെയോ ജീവിക്കാൻ കഴിയില്ലേ? ഇത് കേട്ട് സൂര്യദേവൻ ചിരിച്ചു. നിങ്ങൾ പറയുന്നത് സത്യമാകും, സൂര്യൻ പറഞ്ഞു. ഞാൻ ഒരിക്കൽ പ്രകാശിക്കാതെ ഒരു ദിവസം ചെലവഴിക്കാം. എന്നാൽ ഭൂമിയിലെ ജീവികൾക്ക് അതിന്റെ പ്രതിഫലങ്ങൾ സഹിക്കേണ്ടി വരും. സൂര്യദേവൻ തീരുമാനിച്ചു ഒരു ദിവസം പ്രകാശം മുഴുവൻ അടച്ചിടാൻ. അന്നേ ദിവസം ഭൂമിയിൽ ഇരുട്ടു നിറഞ്ഞു. തണുപ്പിന്റെ തീവ്രത വർദ്ധിച്ചു. പുഷ്പങ്ങൾ അടഞ്ഞു. ജീവികൾ താപത്തിന്റെ അഭാവത്തിൽ വിറയ്ക്കാൻ തുടങ്ങി. ചെറിയ പക്ഷി അതിനെ അതിശയത്തോടെ കണ്ടു. സൂര്യ, ക്ഷമിക്കണം, പക്ഷി പറഞ്ഞു. നിന്റെ പ്രകാശം എത്ര അനിവാര്യമാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി. നീ ഇല്ലാതായാൽ ഭൂമിയുടെ നില കുലുങ്ങും. സൂര്യദേവൻ പിന്നെയും തിളങ്ങി. ഞാൻ എന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നവൻ മാത്രം, സൂര്യൻ പറഞ്ഞു. എല്ലാവരും അവരുടെ ജീവിതത്തിൽ പ്രകാശം വിതറേണ്ടവരാണ്. നിന്റെ പങ്ക് ചെറുതാണെന്ന് കരുതാതെ അതിനെ പരിപാലിക്കുക. അതിനുശേഷം പക്ഷിയും ഭൂമിയിലെ മറ്റു ജീവികളും സൂര്യനെ സ്നേഹിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. സൂര്യൻ വീണ്ടും ഒരുപോലെ പ്രകാശിക്കുകയും ഉഷ്ണവും ദാനവുമായി നിൽക്കുകയും ചെയ്തു. ഈ കഥയുടെ സാരം: ജീവിതത്തിൽ ഓരോരുത്തരുടെയും പങ്ക് അനിവാര്യമാണ്. എത്ര ചെറുതായാലും അതിന് മഹത്തായ പ്രാധാന്യമുണ്ട്. സൂര്യന്റെയും ചന്ദ്രന്റെയും കഥ. നാളിക്കു ശേഷം സൂര്യനും ചന്ദ്രനും തമ്മിൽ ഒരു വാദമുണ്ടായി. ചന്ദ്രൻ പറഞ്ഞു, സൂര്യ, നീ എപ്പോഴും പകൽ പ്രകാശിക്കുന്നുവെങ്കിലും ഞാൻ രാത്രിയിൽ അലങ്കാരമായി ഇരിക്കുന്നു. എന്റെ തണുത്ത പ്രകാശം മനുഷ്യർക്കും ജീവികൾക്കും കൂടുതൽ ആശ്വാസം നൽകുന്നു. ഇതു കേട്ട് സൂര്യൻ ചിരിച്ചു. ചന്ദ്ര, നിന്റെ പ്രകാശം നീക്കുന്നതായില്ല. നീ എന്റെ പ്രകാശം കൊണ്ട് മാത്രമാണ് ചമക്കുന്നത്. മനുഷ്യർക്ക് എന്റെ പ്രകാശവും ചൂടും മാത്രം വേണ്ടിയതല്ല, അവർക്ക് നിന്റെ തണുത്ത പ്രകാശവും ഒരുപോലെ ആവശ്യമാണ്. നമ്മൾ ഇരുവരും ഒരുപോലെ പ്രാധാന്യമുള്ളവരാണ്. ചന്ദ്രൻ സൂര്യന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലാക്കി, ഒരേ കാര്യത്തിന്റെ രണ്ടു വശങ്ങൾക്കു പോലെയാണ് അവർ. അന്നു മുതൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് പ്രവർത്തിച്ചു ലോകത്തെ സൂക്ഷിക്കാൻ. ഈ കഥയുടെ സാരം: ജീവിതത്തിൽ ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണെങ്കിലും ഒരേ പ്രാധാന്യമുണ്ട്. രാവിലെ ഉദിക്കുന്ന സൂര്യൻ ഒരു പുതിയ നാളിന്റെ പ്രതീക്ഷയാണ്. സൂര്യോദയം അവിശ്രാന്ത വിശ്രമത്തിന്റെയും വിജയത്തിന്റെയും ചിഹ്നമാണ്. പ്രകൃതിയുടെ കലയിലൊന്നാണ് സൂര്യോദയം. അത് ആത്മാവിനെ പ്രബോധിപ്പിക്കുന്നു. പ്രതീക്ഷയുടെ പ്രഭയോടെ ഉദിക്കുന്ന സൂര്യൻ നമുക്ക് ദിശയും ശക്തിയും നൽകുന്നു. സൂര്യോദയത്തെ കാണുക, അതിനിടയിൽ ജീവിതത്തിന്റെ പുതിയ തുടക്കം കാണാം. സൂര്യന്റെയും ചെറിയ പുഷ്പത്തിന്റെയും കഥ. സൂര്യൻ ഓരോ ദിവസവും പകലിൽ ഉണർന്നുയർന്ന് ലോകം മുഴുവൻ പ്രകാശം നിറയ്ക്കുമ്പോൾ ചെറിയൊരു പുഷ്പം അവനോട് ചോദ്യം ചോദിക്കുകയുണ്ടായി. സൂര്യ, നീ ഇത്രയും കാലം തിളങ്ങുന്നത് എന്തിനു വേണ്ടി? ഞാൻ ഒരു ചെറിയ പുഷ്പമാണല്ലോ. എന്നെ ചൂടാക്കാനാണോ ഈ പ്രയാസം? സൂര്യൻ ചിരിച്ചുകൊണ്ട് പുഷ്പത്തോട് മറുപടി പറഞ്ഞു, അല്ല എന്റെ പ്രിയ പുഷ്പമേ, ഞാൻ നിന്നെ മാത്രമല്ല, ലോകത്തെ എല്ലാ ജീവികളെയും ജീവിപ്പിക്കാനാണ് പ്രകാശിക്കുന്നത്. പക്ഷേ നീയും ഇതിൽ ഒരു പങ്കാളിയാണ്. എന്റെ പ്രകാശം നിന്നെ വറ്റിപ്പോകാതെ നിലനിർത്തുന്നു. നീ വീണ്ടും മുളച്ചു പൂക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിളങ്ങുന്നത്. ആ പുഷ്പം അത്ഭുതത്തോടെ സൂര്യനെ നോക്കി. പക്ഷേ സൂര്യ, നീ അവിടെ നിർത്താതെ എല്ലാ ലോകത്തിനും ഒരുപോലെ ദാനം ചെയ്യുന്നു. നിന്നെ ആരും പ്രശംസിക്കുന്നില്ലെങ്കിൽ പോലും നീ അത് ചെയ്യുന്നത് എങ്ങനെ? ഞാൻ ഒരു ദേവന്റെ ദാനമാകുന്ന പ്രകാശമാണ്, സൂര്യൻ പറഞ്ഞു. എന്റെ ഉദ്ദേശം പ്രശംസ നേടലല്ല,
പ്രപഞ്ചത്തിന് ജീവൻ നൽകലാണ്. ഈ പാഠം കേട്ട പുഷ്പം വളരെ സന്തോഷത്തോടെ തന്റെ കടമ നിറവേറ്റാൻ തുടങ്ങി. പുലരി മുതൽ രാത്രിയിലേക്ക് തന്റെ ചൂട് പ്രീതിപ്പെടുത്തുന്നത്